ശുഭാൻശു ശുക്ല 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുരക്ഷിതനായി മടങ്ങി വന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് കഴിയുന്ന ഇന്ത്യക്കാരൻ എന്ന ആ റെക്കോർഡുമായിട്ടാണ് നമ്മെ എല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ശുഭാൻശു ശുക്ല സുരക്ഷിതമായി പസഫിക്കിൻ്റെ ആ തെളിഞ്ഞ ഓളങ്ങളിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ഇനി ഇവിടെ വേറെ ചില രസകരമായ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് വെറും 400 കിലോമീറ്റർ മാത്രം ഉയരത്തിൽ നിന്നും മടങ്ങി വരാൻ ഇത്രയും സമയമെടുത്തത്? ഒരു ദിവസം മുൻപ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്ത് പുറപ്പെട്ടതാണ്. ഏതാണ്ട് 24 മണിക്കൂർ. 3000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഡൽഹിയിലെത്താൻ ഒരു വിമാനത്തിന് 3.5 മണിക്കൂർ മതി. അപ്പോൾ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയുള്ള ഒരു ബഹിരാകാശ പേടകത്തിന് വെറും 400 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയിൽ തിരിച്ചെത്താൻ എന്തിനാണ് ഇത്രയധികം സമയം? ബഹിരാകാശ യാത്രയിലെ ഏറ്റവും നിർണായകവും അപകടം പിടിച്ചതുമായ ഘട്ടമാണിത്. ഏതു വാഹനത്തെ സംബന്ധിച്ചിടത്തോളവും വേഗത്തിൽ പോകുമ്പോൾ നിർത്തുക, പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ ബഹിരാകാശ യാത്രയുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമുക്കിന്ന് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാം. എന്താ, റെഡിയല്ലേ? നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് പരമാവധി എത്ര വേഗത്തിൽ ഓടാൻ കഴിയും? കാൾ ലൂയിസിനെ പോലെയുള്ള അത്ലറ്റുകൾക്ക് പോലും സാധിക്കുന്നത് മണിക്കൂറിൽ 45-46 കിലോമീറ്റർ വേഗമാണ്. അതും വെറും 100-200 മീറ്റർ മാത്രം. അത് കഴിയുമ്പോഴേക്ക് അവൻ തളരും. അപ്പോൾ സാധാരണക്കാർക്കോ? അതായത് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തെ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് വലിയ വേഗതയിൽ പോകാനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിലും വലിയ വേഗതയിൽ പോകുന്നത് മനുഷ്യന് സുരക്ഷിതവുമല്ല. അങ്ങനെയുള്ള വേഗതകളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനില്ല. പക്ഷേ മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും കഴിവുമൊക്കെ ഉപയോഗിച്ച് വലിയ വേഗതകളിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ വലിയ വേഗതകളിൽ സുരക്ഷ ഉറപ്പാക്കുക, വേഗത കുറച്ച് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. സംശയമൊന്നും വേണ്ട, ബ്രേക്ക് തന്നെ. ബ്രേക്ക് പരാജയപ്പെട്ടാൽ അപകടം ഉറപ്പാണ്. നമ്മുടെയൊക്കെ അനുഭവമല്ലേ അത്? ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം ടേക്ക് ഓഫിനേക്കാൾ ലാൻഡിംഗ് ആണ്. ഓരോ ലാൻഡിങ്ങും ഓരോ ലൈഫാണ്. മണിക്കൂറിൽ 1000 കിലോമീറ്ററിനടുത്ത് വേഗതയിൽ നിന്ന് വിമാനത്തെ താഴ്ത്തി റൺവേ തൊട്ട് 0 വേഗതയിലേക്ക് എത്തുന്ന ഓരോ നിമിഷവും പൈലറ്റ് ഏറ്റവും സമ്മർദ്ദം നേരിടുന്ന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ പേടകങ്ങളുടെയും അതിൽ സഞ്ചരിക്കുന്ന മനുഷ്യരുടെയും അവസ്ഥ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്ന് വെച്ചാൽ വെട്ടിയിട്ട ചക്ക പോലെ അവർക്കിങ്ങ് പോരാൻ കഴിയില്ല എന്നർത്ഥം. 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉള്ളത്. അവിടെ നിന്ന് അൺഡോക്ക് ചെയ്ത പേടകം അടുത്തതായി ചെയ്യേണ്ടത് ഭ്രമണപഥം താഴ്ത്തുക എന്നതാണ്. പേടകത്തിൻ്റെ സഞ്ചാരദിശയ്ക്കെതിരെ ത്രസ്റ്ററുകൾ ജ്വലിപ്പിക്കുമ്പോൾ എതിർദിശയിൽ ത്രസ്റ്റ് ലഭിക്കുകയും പേടകത്തിൻ്റെ വേഗത കുറയുകയും ചെയ്യും. ആ നിലയിൽ പേടകം ഭൂമിയെ ചുറ്റാൻ തുടങ്ങും. ഈ ത്രസ്റ്ററുകൾ എന്ന് പറയുന്നത് ഒരു ബഹിരാകാശ പേടകത്തിലെ സ്റ്റീറിങ്ങുകളാണ്. ഭൂമിയിൽ നാം ബലം പ്രയോഗിച്ച് സ്റ്റീറിങ്ങുകൾ തിരിക്കുമ്പോൾ ഭൂമിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഘർഷണം, ഫ്രിക്ഷൻ ഉപയോഗിച്ചാണ് ഈ ടയറുകൾ തിരിയുന്നത്. ബഹിരാകാശത്ത് ഫ്രിക്ഷൻ ഇല്ലല്ലോ, അവിടെ ഒരിടത്തും ഉറച്ചല്ലല്ലോ അത് നിൽക്കുന്നത്. അപ്പോൾ ഈ പേടകത്തിനെ എങ്ങനെ തിരിക്കും? മറ്റൊരു മാർഗവുമില്ല, എതിർദിശയിൽ ത്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഈ ത്രസ്റ്ററുകൾ കേടായാൽ പേടകം നിയന്ത്രിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിലെ സ്റ്റിയറിംഗ് റോഡങ്ങ് പൊട്ടിപ്പോയാൽ എന്ത് സംഭവിക്കും? ആലോചിച്ച് നോക്കൂ. ഭൂമിയിലാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. ബഹിരാകാശത്ത് ഇടിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് നിയന്ത്രണം വിട്ട് ഒഴുകി എങ്ങനെ നടക്കും? ഇതുപോലുള്ള 27 ത്രസ്റ്ററുകൾ ഈ പേടകത്തിലുണ്ട്. ഇതിൽ ചില ത്രസ്റ്ററുകൾ തകരാറിലായതുകൊണ്ടായിരുന്നു സുനിത വില്യംസിന് മടങ്ങിപ്പോരാൻ കഴിയാതെ 8 മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കേണ്ടി വന്നത്.
അപ്പോൾ ഒരു ബഹിരാകാശ പേടകത്തിൽ ഈ ത്രസ്റ്ററുകളുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് വ്യക്തമല്ലേ. ഇപ്പറഞ്ഞതുപോലെ ത്രസ്റ്ററുകൾ എതിർദിശയിൽ പ്രവർത്തിപ്പിച്ച് വേഗത കുറച്ച് താഴ്ന്ന ഓർബിറ്റിലേക്ക് കടത്തുന്ന പേടകം പല തവണ ഭൂമിയെ വലം വെച്ച് കുറേശ്ശെ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ താഴ്ത്തിക്കൊണ്ടുവന്ന് ഏതാണ്ട് 128 കിലോമീറ്റർ ഉയരത്തിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്തെത്തുമ്പോൾ കൃത്യമായ ആംഗിളിൽ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് താഴേക്ക് വരാൻ തുടങ്ങും. അതിനോടൊപ്പം പേടകത്തിൻ്റെ പിൻഭാഗത്തുള്ള സർവീസ് മൊഡ്യൂൾ എന്ന ഭാഗം വേർപെട്ടു പോകും. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ യാത്രക്കിടയിൽ പേടകത്തിലേക്ക് ആവശ്യമായ അഡീഷണൽ വൈദ്യുതി, അതേപോലെയുള്ള ഓക്സിജൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറകിലുള്ള സർവീസ് മൊഡ്യൂൾ ഉള്ളത്. യാത്രയുടെ അവസാന ഘട്ടമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം കഴിയും, അത് വേർപെട്ടും അത് അന്തരീക്ഷത്തിൽ കയറി കത്തി നശിച്ചു പോകും. ഇങ്ങനെ വേർപെട്ട് കഴിയുമ്പോൾ പേടകത്തിൻ്റെ അടിയിലെ ഏകദേശം ഒരു ത്രികോണാകൃതിയാണ് ഈ പേടകത്തിനുള്ളത്, ഈ ക്യാപ്സൂളിനുള്ളത്. അതിൻ്റെ പരന്ന ഭാഗം താഴെയായിട്ടായിരിക്കും അത് വേർപെടുക. അവിടെയാണ് ഇതിൻ്റെ ഹീറ്റ് ഷീൽഡുകൾ ഉള്ളത്. ഈ ആംഗിളിൽ മണിക്കൂറിൽ ഏതാണ്ട് 27,000 കിലോമീറ്റർ വേഗത്തിൽ പേടകം അന്തരീക്ഷത്തിലേക്ക് കയറും. അപ്പോൾ വായു തന്മാത്രകളുമായി ഉരസി ഫ്രിക്ഷൻ കാരണം ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും അധികം വായുവുമായി സമ്പർക്കം വരുന്ന താഴെയുള്ള ആ പരന്ന ഭാഗത്താണ് ഏറ്റവും ചൂടുണ്ടാകുന്നത്. അത് 2000-2500 ഡിഗ്രിയോളം വരും. നോക്കൂ, ഇരുമ്പുരുകാൻ 1400 ഡിഗ്രി മതി. അതിനേക്കാളും വലിയ ടെമ്പറേച്ചറാണ് ഈ പേടകത്തിലുണ്ടാകുന്നത്. ആ ചൂട് കൊണ്ട് പേടകം ഉരുകിപ്പോകാൻ പാടില്ല, അതിനൊന്നും സംഭവിക്കാൻ പാടില്ല. അത് ആ രീതിയിലുള്ള അലോയികൾ അതിലുണ്ട്. കൂടാതെ ഈ ഹീറ്റ് ഷീൽഡുമുണ്ട്. ഇത്ര വലിയ ചൂടിൽ മാറ്ററിൻ്റെ 4ാമത്തെ അവസ്ഥ, അതായത് ഏതൊക്കെയാണ് മാറ്ററിൻ്റെ അവസ്ഥകൾ? ഖരാവസ്ഥയുണ്ട്, ദ്രാവകാവസ്ഥയുണ്ട്, വാതകാവസ്ഥയുമുണ്ട്. അതിനുമപ്പുറമുള്ള പ്ലാസ്മ, അതിനു ചുറ്റുമുള്ള വായു പ്ലാസ്മയായി മാറും. അങ്ങനെ ആ പ്ലാസ്മ ഈ പേടകത്തിനെ അങ്ങനെ തന്നെ അങ്ങോട്ട് പൊതിയും. ഈ സമയം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ തീഗോളം, ഒരു അഗ്നിഗോളം ഇങ്ങനെ പറന്നു വരുന്നത് പോലെ തോന്നുള്ളൂ. ഒരു തീയുടെ വലിയ ഗോളം അങ്ങനെയാണ് തോന്നുക. പ്ലാസ്മ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ പേടകത്തിന് പുറത്തേക്കും അകത്തേക്കും ഒരു കമ്മ്യൂണിക്കേഷനും നടക്കില്ല. കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത്. ഇത് ഏതാനും കുറേ മിനിറ്റ്, 10-15 മിനിറ്റ് നീണ്ടു നിൽക്കും. പേടകത്തിന് പുറത്ത് ഇത്ര വലിയ ചൂടുണ്ടെങ്കിലും ഉള്ളിൽ പരമാവധി 29 ഡിഗ്രി മാത്രമേ ഉണ്ടാകൂ. കാരണം മനുഷ്യരതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, അവർക്ക് താങ്ങാവുന്നതല്ലേ അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി. ഈ സമയം ഉള്ളിലിരിക്കുന്ന യാത്രികർക്ക് ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തിങ്ങനെ തീ ഇങ്ങനെ ആളിക്കത്തുന്നത് പോലെ കാണാൻ കഴിയും. ഒരുമാതിരിപ്പെട്ട ഒരു വസ്തുവിനും ഈ ചൂടിനെ അതിജീവിക്കാൻ കഴിയില്ല. നാം പലപ്പോഴും ഉൽക്കകൾ വരുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പറഞ്ഞ അതിവേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് ഇത് കത്തിച്ചാമ്പലായി പോകും. ലോ എർത്ത് ഓർബിറ്റിലെ ഉപയോഗശൂന്യമായ ബഹിരാകാശ പേടകങ്ങളും ഇതുപോലെ കത്തിപ്പോവുകയാണ് ചെയ്യുക. വളരെ വലിയ ചിലത് ഭൂമിയിൽ പതിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഭൂമിയുടെ ഈ അന്തരീക്ഷം പ്രാണവായു നൽകുന്നു എന്നതുപോലെ ഇങ്ങനെ നമ്മെ സംരക്ഷിക്കുന്നു കൂടിയുണ്ട്. ചന്ദ്രൻ്റെ സർഫസിലെ ഇങ്ങനെ ഗർത്തങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വസൂരിക്കലകൾ പോലുള്ളത്? കാലാകാലങ്ങളിൽ ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൻ്റെ ഒരു തടസ്സവുമില്ലാതെ വന്ന് പതിച്ചുണ്ടായതാണ് അമ്പിളിക്കിണ്ണത്തിലെ ആ വസൂരിക്കലകൾ. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു തടസ്സവുമില്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് താഴേക്ക് വരുന്ന പേടകം അന്തരീക്ഷത്തിൻ്റെ കട്ടി കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് വേഗത കുറയും. പതുക്കെ പേടകത്തെ പൊതിഞ്ഞിരിക്കുന്ന ആ പ്ലാസ്മയും അങ്ങ് മാറും. അതോടെ പേടകത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കപ്പെടും. അതായത് അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് അവസാനിക്കുക. അപ്പോൾ മാത്രമേ പിന്നീട് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ. ഏതാണ്ട് 4.5 കിലോമീറ്റർ മുകളിലെത്തുമ്പം ആദ്യ ഘട്ടത്തിൽ ഒരു 2 പാരച്യൂട്ട് വിടരും. അത് ഈ പേടകത്തിൻ്റെ വേഗത വീണ്ടും കുറയ്ക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വേഗത കുറഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ എത്തുമ്പോൾ പേടകത്തിൻ്റെ പ്രധാനപ്പെട്ട അതോടെ ഇതിൻ്റെ സ്പീഡ് വളരെ കുറഞ്ഞ് സമുദ്രത്തിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്തിറങ്ങും.
അതങ്ങനെ വെള്ളത്തിൽ തുള്ളിക്കളിച്ച് നിൽക്കുമ്പോൾ ഈ അകത്തിരിക്കുന്ന യാത്രക്കാർക്ക് പുറത്തിങ്ങനെ തിരമാലകൾ കാണാൻ കഴിയും. അവർക്ക് തനിയെ പുറത്തു വരാൻ കഴിയില്ല. പേടകത്തിന് സമീപമെത്തുന്ന ബോട്ടിൽ അതിനെ ബന്ധിച്ച് ഒരു കപ്പലിലേക്ക് വലിച്ചടുപ്പിച്ച് ക്രെയിനുകൾ കൊണ്ട് പൊക്കിയെടുത്ത് കപ്പലിലേക്ക് കയറ്റിയതിന് ശേഷമേ അതിൻ്റെ വാതിലുകൾ തുറക്കുകയുള്ളൂ. എന്നിട്ട് ഈ ഗഗനചാരികളെ വളരെ പിടിച്ചാണ് കൊണ്ടുവരിക. അവർക്ക് സാധാരണ പോലൊന്നും നടക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദിവസങ്ങളും മാസങ്ങളും സ്പേസിൽ സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞ അവരുടെ ശരീരത്തിന് ഭൂമിയിലെ സാഹചര്യങ്ങളുമായി ഇണങ്ങി വരാനുള്ള സമയം വേണം. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ജെറ്റ് ലാഗ് എന്ന് കേട്ടിട്ടില്ലേ? അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവർക്കും അങ്ങോട്ട് പോകുന്നവർക്കും ഈ അനുഭവമുണ്ട്. ഈ രാജ്യങ്ങളിലെ സമയവുമായി ശരീരത്തിന് ഒന്ന് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വേണ്ടി വന്നേക്കും. അപ്പോൾ ഈ ബഹിരാകാശത്ത് സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് വരുന്നവരുടെ കാര്യം ഓർത്തു നോക്കിക്കേ. അവർക്കൊന്ന് നിവർന്ന് മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയില്ല. പതുക്കെ ഏതാണ്ട് ഒരാഴ്ചയോളം സമയമെടുത്ത് മാത്രമേ അവർക്ക് നോർമൽ ലൈഫിലേക്ക് മടങ്ങി വരാൻ കഴിയൂ. ഈ റീഎൻട്രി സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ആ ഹീറ്റ് ഷീൽഡുകൾ പരാജയപ്പെട്ടാൽ വലിയ പ്രശ്നമാണ് സുഹൃത്തുക്കളെ. പക്ഷേ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അത് നമുക്കെല്ലാം ഓർമ്മയുള്ള ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള പങ്കെടുത്ത കൊളംബിയ ദൗത്യത്തിൽ സംഭവിച്ചതാണത്. 2001 ദൗത്യം കഴിഞ്ഞ് മടങ്ങി വരവേ സ്പേസ് ഷട്ടിൽ കൊളംബിയയുടെ ഹീറ്റ് ഷീൽഡുകൾ പരാജയപ്പെട്ട് ആ പേടകം, ആ സ്പേസ് ഷട്ടിൽ ഒന്നടങ്കം പൊട്ടിത്തെറിച്ച് അതിലുണ്ടായിരുന്ന 7 പേരും കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ മാത്രം ചരിത്രത്തിലത് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വിക്ഷേപണ വേളയിൽ എന്തോ ഒന്ന് ഇളകി വന്ന് അതിൽ വെറും 6 മില്ലിമീറ്റർ നീളത്തിലുള്ള ഒരു വിടവ്, ഒരു ചെറിയ ക്രാക്ക് അതിൻ്റെ ആ ഹീറ്റ് ഷീൽഡുകളിലുണ്ടായി. അതിൽ കൂടെ ചൂടുവായു അകത്ത് കയറിയാണ് ഇന്ധനത്തിന് തീപിടിച്ച് ആ പേടകം പൊട്ടിത്തെറിച്ചു പോയത്. അങ്ങനെ ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്, ഒരിക്കൽ മാത്രം. നോക്കൂ, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമാണ് ബഹിരാകാശ യാത്ര. അതിലെ ഓരോ സെക്കൻഡിൻ്റെ 100-1 വളരെ നിർണായകമാണ്. ആ ഓരോ സെക്കൻഡുകളും പൂർണ്ണമായും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അതീവ സുരക്ഷിതവുമാണ്. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട കോടികൾ മുടക്കി ഈ പരിപാടിക്കൊക്കെ പോകുന്നത്? മാനം മര്യാദയ്ക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞാൽ പോരെ എന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ പണ്ട് മനുഷ്യൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ നാം ഇപ്പോഴും ഗുഹാവാസികളായി ആദിമ മനുഷ്യരായി തന്നെ കഴിഞ്ഞേനെ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.